രഘു, ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ഇതൊരു കൊലപാതകം തന്നെയാണ്. പിന്നെ ഈ കൊലപാതകം സംശയിക്കുന്ന അനിലിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള നടപടികൾ എന്നൊക്കെ. ഇനി അടിയന്തരമായി ഇപ്പോൾ നാളെ കൂടുതൽ പരിശോധനകളുണ്ടോ? ഇതിലേക്ക് ഫോറൻസിക് ഫലം വരാൻ എത്ര സമയമെടുക്കും? വേഗത്തിൽ ഈ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് തന്നെയാണോ പോലീസ് ഉദ്ദേശിക്കുന്നത്? ഈ ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിക്കാൻ ആദ്യം തന്നെ ലഭിച്ചത് ശരീര അവശിഷ്ടമാണെന്നും അത് കലയുടെ തന്നെ ശരീരഭാഗമാണെന്നുമൊക്കെ കണ്ടെത്തേണ്ടതുണ്ട്. അതിനെ DNA ശേഖരിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു വലിയ പ്രൊസീജിയർ പൂർത്തിയാക്കാനുണ്ട്. അതിനുശേഷമായിരിക്കും ഇതിന്റെ ഒരു തുടർ നടപടികൾ ഉണ്ടാവുക. പക്ഷെ അതിനു മുമ്പായി തന്നെ അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. വിദേശത്തായതുകൊണ്ട് തന്നെ എംബസി വഴിയൊക്കെ വേണം ഇയാളെ അവിടെ നിന്ന് നാട് കടത്തി ഇവിടെ എത്തിക്കാനൊക്കെയുള്ള നടപടി. എന്ന് മാത്രമല്ല, അയാൾ അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാതിരിക്കാനുള്ളൊരു ജാഗ്രതയും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു പഴുതടച്ചുള്ളൊരു തുടർ നടപടികളായിരിക്കും ഉണ്ടാവുക. കാരണം ഈ കേസ് 15 വർഷം കൊണ്ട് ഉണ്ടായതായതുകൊണ്ട് തന്നെ അപ്പോഴുണ്ടായിരുന്ന സാഹചര്യ തെളിവുകളൊന്നും തന്നെ പോലീസിന്റെ ശേഖരിക്കാൻ പറ്റില്ല. മാത്രമല്ല, ദൃക്സാക്ഷികൾ, അതുമായി ബന്ധപ്പെട്ട് ഒരു ക്രൈം ഉണ്ടായി അതിന്റെ നെക്സ്റ്റ് മൊമെന്റിൽ ഉണ്ടാക്കുന്ന FIR-ഉം അല്ലെങ്കിൽ അതിന്റെ ഒരു കുറ്റാന്വേഷണ രീതിയുമായിരിക്കും ഈ 15 വർഷം കഴിയുമ്പോൾ. പരമാവധി തെളിവുകളെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ കേസ് കോടതിയിൽ തെളിയിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടുകൂടി മുൻകരുതലോടുകൂടി മാത്രമായിരിക്കും പോലീസ് മുന്നോട്ട് പോവുക. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് SP വാർത്താ സമ്മേളനം നടത്തിയിട്ടും വളരെ ചെറിയ കാര്യങ്ങൾ എന്താണ് സംഭവിച്ചത് എന്ന് തന്നെയാണ് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചത്. കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് കൂടുതൽ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കി കേസിന്റെ ഒരു മെറിറ്റിനെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകണമെന്ന് പോലീസ് ആഗ്രഹിക്കുന്നില്ല. എന്ന് മാത്രവുമല്ല, ഇത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു അഭിമാനകരമായ ഒരു പ്രശ്നം കൂടിയാണ്, അഭിമാനകരമായ ഒരു കേസും കൂടിയാണ്. 15 വർഷം മുമ്പ് നടന്നൊരു കൊലപാതകത്തിന് കിട്ടിയ ഒരു ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ആ കൊലപാതകമാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി സാധിച്ചു. കൊലപാതകികൾ എന്ന് സംശയിക്കുന്ന ആളുകളെ കസ്റ്റഡിയിലെടുത്തു. FIR ഇട്ടവർ അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ മാത്രം മതി. പക്ഷേ കോടതി തെളിയിക്കേണ്ടതുണ്ട് കൊലപാതകം എന്തിനാണ്, കൊലപാതകത്തിന്റെ പ്രേരണ എങ്ങനെയാണ്, കൊലപാതകം നടത്തിയത് എന്നുള്ളൊക്കെ കാര്യങ്ങൾ തെളിയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പരമാവധി വേഗതയിൽ കൃത്യതയോടുകൂടി മാത്രമേ പോലീസ് മുന്നോട്ട് പോവുകയുള്ളൂ. ശരി, രഘുനാഥ് നാരായണനുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആലപ്പുഴ മാന്നാറിൽ കല എന്ന യുവതിയെ കാണാതായ സംഭവം 15 വർഷങ്ങൾക്ക് ഇപ്പുറം അതൊരു തിരോധാനമല്ലെന്നും കൊലപാതകമാണെന്നും അതിൻ്റെ വിവരങ്ങൾ ചുരുളഴിയുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ടാണ് സെപ്റ്റിക് ടാങ്ക് തുറന്നുള്ള പരിശോധനയിൽ നിർണായകമായ ചില തെളിവുകൾ കിട്ടിയിട്ടുണ്ട് എന്ന് പോലീസ് സംശയിക്കുന്നു. പക്ഷേ അത് വേണ്ട ഫോറൻസിക് പരിശോധനാ ഫലമൊക്കെ വന്നതിന് ശേഷം മാത്രമാണ് അതിൽ സ്ഥിരീകരണം ഉണ്ടാവുക. എന്തായാലും ഈ കൊലപാതകം നടത്തിയെന്ന് സംശയിക്കുന്ന കലയുടെ ഭർത്താവ് അനിലിനെ ഇസ്രായേലിലാണ് അയാളുള്ളത്. അയാളെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞുവെന്നും പോലീസ് വ്യക്തമാക്കി കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലും മറ്റു നടപടികളുമൊക്കെ പോലീസ് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും.